ഈ പാട്ടിനുണ്ടോ കുഴപ്പമില്ല. അങ്ങനെ പറയരുത്, അത് ടോൺ മാറുന്നു. ആക്ഷൻ എന്ന് പറഞ്ഞ ഒന്നൊന്നര ആക്ഷൻ നടക്കുന്നുണ്ട്, പ്രണയമുണ്ട്, വിരഹം. അതിലെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഞങ്ങൾക്ക് ഇതൊന്നും സാഹസമായിരുന്നില്ല. ഞങ്ങളുടെ ഏറ്റവും സാഹസം എന്ന് പറഞ്ഞാൽ പ്രൊമോഷനിൽ റിപ്പീറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ വരുന്നല്ലോ. സാഹസികമായിട്ടൊരു പരിപാടി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നിവിനെ സെലക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബുദ്ധിമുട്ട്. ആ സാഹസം പബ്ലിക് ആവില്ല ആ പരിപാടി. അത് നമ്മുടെ പടത്തിന്റെ പോസ്റ്ററാണ്. ഇപ്പൊ ആരെവിടെ ചെയ്ത് അപ്പോഴും ഇപ്പോഴും ഞാൻ നല്ലല്ല, അവരുടെ ജീവിതത്തിൽ എന്തോരം സമയം മെനക്കെടുത്തി നമ്മൾക്ക് വേണ്ടി പറയുന്നില്ലേ. ലെറ്റ് ദം ഡു ഇറ്റ്. അവർക്ക് നല്ലതേ വരുള്ളൂ. പിന്നെ എന്തോ പേടിയുള്ള പോലെ കല്യാണം കുഴപ്പമില്ല, ലവ് മാരേജ് അല്ല, എന്തോ ഒളിച്ചോട്ടമായിരുന്നു. ഭയങ്കര പ്രശ്നവും ഇത് ഇറങ്ങിക്കഴിഞ്ഞ് ഇത് ഇങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കല്ലേ എന്ന് പറഞ്ഞു. പക്ഷെ അത് പിസ്റ്റയായിരുന്നു. വെടികൊണ്ട മരിക്കാൻ പോണ സോൾജറായിട്ട് അഭിനയിച്ച അങ്ങനെ അവാർഡ് കിട്ടിയതാണ്. ഞാൻ ഡെഡ് ബോഡി ആയിട്ട് അഭിനയിച്ചത്. അതുകൊണ്ട് എനിക്ക് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. സാഹസം സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് 5 അതിഥികൾ, 5 പേർക്ക് നമസ്കാരം. ഒട്ടും ടയേർഡ് അല്ലല്ലോ അല്ലേ? സിമിയുടെ വക ഫുഡ് പ്രോഫിറ്റ് വീശാൻ പറ അല്ലേ? ടയേർഡായാലും കുഴപ്പമില്ല, ഞങ്ങളുള്ള വിശപ്പങ്ങൾക്കല്ലേ. അവരങ്ങ് പറഞ്ഞോളൂ, ഇങ്ങോട്ടൊന്നും ചോദ്യം ചോദിക്കണ്ട. അങ്ങനെ പറയല്ലേ ജീവ, നമ്മളൊരു ടേബിളാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. ഇന്ന് ഇവര് 3 സാഹസം പേരൊന്നും ചോദിക്കും. അല്ല, ഇവര് പേര് ചോദിക്കാതെ തന്നെ പറഞ്ഞല്ലോ സാഹസം. അങ്ങനെയല്ല, സാഹസം നിങ്ങൾ എന്താണ് ചെയ്തിരിക്കുന്നത്, എന്താ ഏറ്റെടുത്തിരുന്ന സാഹസം എന്ന് അത് ഞങ്ങൾ പറയില്ലല്ലോ, ചോദിക്കണ്ട. ജീവിതത്തിൽ ഏറ്റെടുത്തിട്ടുള്ള ഒരു സാഹസം എന്താണ് ജീവ? അതും പറയില്ല. ജീവിതത്തിൽ ഏറ്റെടുത്തിട്ടുള്ള സാഹസം പിന്നെ പഠിത്തം വിട്ട് സിനിമയുടെ പുറകെ ഇറങ്ങാന്ന് പറഞ്ഞൊരു ഹ്യൂജ് സാഹസമായിരുന്നു എന്നെ സംബന്ധിച്ച്. ആണ് അതിനും വലുതായിട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ബാക്കിയെല്ലാം സാഹസം. അതൊക്കെ നമ്മൾ ഓൾറെഡി വേറെ ഇന്റർവ്യൂവിൽ അടിച്ചു. കാര്യം നമ്മള് ഇതിപ്പോ 16ാമത്തെ ഇന്റർവ്യൂ, 15 ഇതുണ്ടായിരുന്നു. എന്തായിരിക്കും റംസാൻ എടുത്ത സാഹസം? എന്തായിരിക്കും? ഡാൻസ് പ്രൊഫഷണൽ ആക്കിയതായിരിക്കും. കാരണം ഡാൻസിനെ പ്രൊഫഷണൽ ആക്കാൻ അങ്ങനെ എല്ലാവരും പെട്ടെന്നൊന്ന് റിസ്ക് ആയിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യം. അതിൽ നിന്ന് ഇൻകം കിട്ടുമോ, അല്ലെങ്കിൽ അതുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങളും സാധ്യതകളും ഉള്ളൊരു ലൈഫ് സ്റ്റൈൽ ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ഇപ്പം ഐ ആം ഇൻ എ ഗുഡ് വേ. ശബരീഷേട്ടൻ അതിസാഹസികമായിട്ട് ചെയ്ത പാട്ട് ഏതായിരിക്കും? അത് ആക്ച്വലി സാധനം കേട്ടോ. അതായത് അതിസാഹസികമായിട്ട് സാഹസികമായിട്ട് ആണെന്ന് ഞാൻ തോന്നിയത്. സാഹസികമല്ല, ഇതൊരു അബദ്ധമായിരിക്കും എന്ന് എനിക്ക് തോന്നിയത്. ഇവർക്കൊന്നും മനസ്സിലാവാത്ത ഞാൻ പറയുന്നത്, എടാ ഇത് ഭയങ്കര പ്രശ്നവും ഇത് ഇറങ്ങിക്കഴിഞ്ഞ് ഇത് ഇങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കല്ലേ എന്ന് പറഞ്ഞു. പക്ഷെ അത് പിസ്റ്റയായിരുന്നു. ഞാൻ എല്ലാവരുടെ പറയുന്നത് അത് നമുക്ക് ട്രോൾ ചെയ്യപ്പെടും, അല്ല അങ്ങനെ വാക്കൊന്നുമില്ല, നമ്മളെ കളിയാക്കും ആൾക്കാർ. ഇത് സിൽസില പോലെയൊക്കെ കളിയാക്കും എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഇവരെല്ലാവരും എടാ നീ പോയി നീ എന്താ പറയണതൊക്കെ പറഞ്ഞിട്ട് ഇവരെല്ലാവരും ഇതൊക്കെ ആയിരുന്നു. എനിക്ക് ഇത് ശരിക്കും ഓർമ്മയുണ്ട്. അന്ന് ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു. തിങ് മ്യൂസിക്കിൽ പോയി ഞങ്ങൾ തന്നെ അപ്ലോഡ് ചെയ്യണം. ഞാൻ അൽഫോൺസും രാജേഷും പിന്നെ തിങ് മ്യൂസിക്കിൽ ഇപ്പോഴും വർക്ക് ചെയ്യുന്ന സന്തോഷം എന്ന് പറഞ്ഞ ഉണ്ട്. ഞങ്ങൾ ഇതൊക്കെ തുറന്നിട്ട് നേരെ അവിടെ എല്ലാം ഓണാക്കി ഓരോ സിസ്റ്റത്തിൽ ഓരോരുത്തരും ഇരുന്നിട്ട് പിന്നെ കണ്ട് വ്യൂസ് കൂട്ടുകയാണ്. നമ്മുടെ വ്യൂസ് ആദ്യമായിട്ട് ചെയ്യല്ലേ. അപ്പം ഉച്ച കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇവരാ ശരി, ഞാൻ തെറ്റാണെന്നുള്ളത്. അത് സാഹസം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അത് ഞാൻ വിചാരിച്ചതിൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്നു. ഞാൻ സാഹസമാകുമോ എന്നൊക്കെ ചിന്തിച്ചായിരുന്നു. പാട്ടുമായി ബന്ധപ്പെട്ട് അതാണ്. പിന്നെ സീൻ കോൺട്ര ഞാൻ ഇതോടുകൂടി ഇനി പെൺപിള്ളേർ ഇനി ആരും നോക്കില്ല. പക്ഷെ പെൺകുട്ടികൾക്കാണ് അത് കൂടുതലായിട്ട് ഇഷ്ടം.
അപ്പൊ കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു ആ ടൈമിൽ? ഇല്ല, അതുകൊണ്ട് കല്യാണം കഴിച്ച ഒരു ഇതായിട്ടും പിന്നെ കല്യാണം നോക്കില്ല എന്നുള്ള ടെൻഷൻ. നോക്കുന്നതും കല്യാണം കഴിയും തമ്മിൽ ബന്ധമില്ലല്ലോ. കല്യാണം കഴിഞ്ഞാൽ നോക്കാമല്ലോ. അതെ അതെ, പ്രശ്നമില്ല. കല്യാണമായിട്ട് ബന്ധപ്പെട്ട് 2 പ്രാവശ്യമായിട്ട് പറയുന്നുണ്ടല്ലോ. കല്യാണം കഴിച്ചാണോ? ഞാൻ കല്യാണം കഴിച്ച ഗീതേഷിനെ വിളിക്കണോ? അത് സാഹസമായിരുന്നു. ചെറുതായിട്ട്. അല്ല, ലവ് മാരേജ് അല്ല. പിന്നെ എന്തോ പേടിയുള്ള പോലെ കല്യാണം കുഴപ്പമില്ല, ലവ് മാരേജ് അല്ല, എന്തോ ഒളിച്ചോട്ടമായിരുന്നു. അല്ലല്ല, പിന്നെ എന്തായാലും സാഹസം. മാട്രിമോണി. മാട്രിമോണിക്കാര് സാഹസം കാണിച്ച വീട്. എന്റെ കല്യാണം പ്രശ്നമല്ലല്ലോ. അല്ല, സാഹസമാണല്ലോ ചർച്ച ചെയ്യുന്നത്. 2 പ്രാവശ്യം 2 പേരുടെ കല്യാണത്തെ കുറിച്ച് ചോദിച്ചു. ഇല്ല, അത് അറിയാവുന്നതിന് ചോദിച്ചതല്ലേ. ഞങ്ങൾ അറിയാൻ വേണ്ടി ചോദിച്ചത്. ഗൗരി ഇന്റർവെല്ലിൽ ഇരിക്കാൻ തീരുമാനിച്ചാണോ ഏറ്റവും വലിയ സാഹസമായിട്ട് കരുതുന്നത്? അതായിരിക്കും. ഇന്റർവെല്ലിൽ ഇരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു പോയതല്ലായിരുന്നു? അത് അങ്ങനെ പറയരുത്, അത് ടോൺ മാറുന്നു. അത് എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. അത് ടോൺ അങ്ങനെയല്ല എന്തോ വയ്യ ഇന്ന് പോവാ. അല്ല, ഞാൻ മാത്രമേ ഉള്ളൂ എല്ലാ ഇന്റർവ്യൂലും ഉള്ളത്. അപ്പൊ പിന്നെ ഇവർക്ക് ഷർട്ടും മാറ്റിയാൽ മതി, ആണുങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ട്. അപ്പൊ ഒന്നില്ലെങ്കിൽ ഇനി കുറച്ചൊരു 10 മിനിറ്റെങ്കിലും തരണം. പിന്നെ അങ്ങനെ അപ്പൊ ഇന്റർവ്യൂല് നിങ്ങളുടെ ചാനലിനെ ഇത് ചെയ്തിട്ടല്ല, ജനറലി ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു ഇന്റർവ്യൂല് എന്നെ ഒന്ന് ഒഴിവാക്കുമെന്നേ പറഞ്ഞുള്ളൂ. അപ്പം പക്ഷെ ഒഴിവാക്കിയിട്ടില്ല, ഇവിടെ വന്നിരിക്കും. എന്റെ അതിസാഹസ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടതില് ചേച്ചിയുടെ സാഹസം ഉണ്ടോ ചേച്ചി? ലൈഫ് ഈ ചെക്കന്മാരോട് പിടിച്ചിരിക്കുന്നതൊക്കെ തന്നെ ഒരു സാഹസം തന്നെയല്ലേ? അതാണ് നല്ല, അതാണ് ഏറ്റവും വലിയ കറക്റ്റ് ആയിട്ടുള്ള സാഹസം. ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക, ഓരോ ദിവസവും ഇവരോട് സ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹസം തന്നെയാ. പിന്നെ അത് തന്നെ ഏറ്റവും വലിയ ചേച്ചി ഭയങ്കര സാഹസം നേരിട്ട. അത് ആലോചിച്ച് 5 വയസ്സ് കുറഞ്ഞു. നോക്ക് കണ്ട എങ്ങായിട്ടിരിക്കുന്നുണ്ടോ നമ്മുടെ ഈ ഇടയ്ക്ക് ചേച്ചിയുടെ ഒരു ഫോട്ടോ വൈറലായിരുന്നു, നിങ്ങൾ കണ്ടിരുന്നോ? കൊറേ ന്യൂസ് ഒക്കെ ആയി, ഭയങ്കര ഹോട്ടായിട്ട് എന്ന് പറഞ്ഞിട്ട്. തായ്ലൻഡിൽ പോയി ജസ്റ്റ് ഒരു ഡ്രസ് ഇട്ടിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് കാണണല്ലോ. കാണാലോ എന്നൊക്കെ നമുക്ക് കാണാം. അതാണെന്ന് ചേച്ചി അടുത്തിടയ്ക്ക് ചെയ്ത ഏറ്റവും വലിയ സാഹസം. അത് ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന ഇത്. എങ്ങനെ ഇത് വൈറലായി എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ മനോരമയിലൊക്കെ ന്യൂസ് പിറ്റേ ഞാൻ ഹോളിഡേ പിക്ചേഴ്സ് സാധാരണ ഇടാറില്ല. ഇപ്രാവശ്യം ഒന്ന് തായ്ലൻഡിൽ അതുപോലെ തന്നെ കുറെ കോളേജ് വിസിറ്റ്, കുറെ അത്തരത്തിലുള്ള പ്രൊമോഷൻസ് ആണ് കൂടുതലും കണ്ടിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ശരിക്കും സാഹസമായിട്ട് തോന്നില്ല? അത്രയും സ്റ്റുഡൻസ് അടിപൊളി പരിപാടി. ഏറ്റവും രസം കോളേജാണ്. ഫൺ, നമ്മൾ ആ എനർജിയുടെ ഒപ്പം മാച്ച് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ചാർജ്ഡ് ആവും. പിന്നെ ഓണം മൂടൂടെ ഇറങ്ങിയതിന് ശേഷം നമ്മളെ വെൽക്കം ചെയ്യുന്നത്, നമുക്കത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ഒരു പാട്ട് ഇറക്കിയിട്ട് അതിൻ്റെ റീച്ച് കണ്ട് സന്തോഷത്തിലാണ് നമ്മൾ കോളേജിലേക്ക് ചെല്ലുന്നത്. ആൻഡ് അത്ര എഫേർട്ട് ഇട്ട് ആ ഹുക്ക് സ്റ്റെപ്പ് അവരെല്ലാരും പഠിച്ച് അവർ ഡാൻസ് ചെയ്തു. ആ സ്റ്റെപ്പ് റംസാൻ ആയിരിക്കില്ല, പക്ഷെ നിങ്ങൾക്ക് അത് പഠിച്ചെടുക്കാൻ കുറച്ച് സാഹസമായിരുന്നില്ലേ? ഞങ്ങൾക്ക് ഇതൊന്നും സാഹസമായിരുന്നില്ല. ഞങ്ങളുടെ ഏറ്റവും സാഹസം എന്ന് പറഞ്ഞാൽ പ്രൊമോഷനിൽ റിപ്പീറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ വരുന്നല്ലോ. ഇന്റർവ്യൂസ് ഞാൻ കാണാത്തതുകൊണ്ട് റിപ്പീറ്റ് ആണോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. ഡാൻസ് ഇവരോട് ചോദിച്ചു നോക്ക്, ഇവർക്ക് എന്റെ കാര്യത്തിലാണ്. പക്ഷെ ഇവരൊക്കെ അത് ഒപ്പിച്ചെടുക്കാന്നുള്ളൊരു കുറച്ച് സാഹസമായിരുന്നില്ലേ? ഇല്ലൊക്കെ ഇവരൊക്കെ അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്നവരാ. നമ്മള് ഒരു കുറച്ച് നേരം അവരോട് സ്പെൻഡ് ചെയ്താൽ തന്നെ അടിപൊളിയായിട്ട് പഠിക്കും. അതുകൊണ്ട് അതൊന്നും സാഹസമായിരുന്നില്ല. ഓണം മൂട് പാട്ട് ആദ്യം ഇറക്കി വിട്ടപ്പോഴേ ഞങ്ങൾ വിചാരിച്ചു ഓണത്തിനായിരിക്കും ഇത് റിലീസ് ആകാൻ പോകുന്നത് എന്നുള്ളത്. ആഗസ്റ്റ് 8 സിനിമ വരും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു പാട്ട് ആദ്യം ഇറക്കി വിട്ട ആരുടെ ചിന്തയായിരുന്നു? അത് ഞങ്ങളുടെ ആദ്യത്തെ സാഹസം. സിനിമ കഴിഞ്ഞിട്ട് പാട്ട് ഇറക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയല്ല ചേച്ചി, എന്തിനെത്ര നേരത്തെ ഇറക്കിയെന്നുള്ളതാണ്. അതിന് പ്രധാനം പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഏത് മൂടെന്നുള്ളത് വളരെ കൊളോക്കിലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇതാണ്. അതിങ്ങനെ വെച്ച് വേറെ പാട്ടോ പരസ്യമോ വരാൻ സാധ്യതയുണ്ട്. രണ്ട് നമ്മുടെ എത്ര ഏത് മൂഡ് ഇറക്കി നമ്മള്. അതെ, സാഹസത്തിന്റെ ഒഫീഷ്യൽ കോണ്ടന്റ് ആയിട്ട് ഫസ്റ്റ് പോകുന്ന ഏത് മൂഡല്ലേ? അപ്പൊ ഏത് മൂഡ് നമ്മളൊരു പ്രൊമോ സോങ്, നമ്മുടെ പടത്തിന്റെ ഫുൾ ഫൺ, എന്റർടൈൻമെന്റ്, കളേഴ്സ്, വൈബ്രന്റ്. ഇനിയിപ്പോൾ നമ്മൾ ഇത് അടിക്കണം, അല്ലെങ്കിൽ ഈ പാട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം എന്നുള്ള, അങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരത് ഓണത്തിന് പിന്നെ കൊണ്ടുപോകുന്നുള്ളത് നമ്മൾ 100%. ഓണത്തിന് ഇതിറക്കി കഴിഞ്ഞാൽ ഓണത്തിന് ഓൾറെഡി കോണ്ടന്റ് ഒക്കെ ആയിട്ട് മറ്റുള്ളവർ വേറെ ഏതെങ്കിലും പാട്ട് യൂസ് ചെയ്യും. സോ അതിന് മുന്നേ ഇറക്കി ഇതിപ്പോ ഹിറ്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് ആ സമയത്തേക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. സോ അത് അതിന്റെയും കൂടി ഒരു പ്രേക്ഷകർക്ക് നമ്മൾ ഓപ്ഷനോട് വെച്ചു കൊടുത്തു. അവര് ഓണത്തിന് മുന്നേ ഓണം ഡ്രസ് ഇട്ട് ഡാൻസ് കളിച്ചല്ലോ.
പിന്നെ ഇതിൽ 7 പാട്ടുകൾ ഇനിയും കുറെ പാട്ടുകൾ ഇറങ്ങാനുണ്ട്. സന്തോഷസഖി ഇറങ്ങി. പാട്ടുകളാണ് ഇതിലെ സ്പെഷ്യൽ ആയിട്ടുള്ളതെന്നാണ്. 7 പാട്ടുകൾ മ്യൂസിക്കലാണ് പടം. പിന്നെ ഷോക്കിന്റെ പരിപാടികളാണ്. പിന്നെ അല്ലാണ്ട് പാട്ട് മൂഡ് മാത്രമല്ല, സാഹസം മൂഡുണ്ട്, റൊമാൻസ് മൂഡുണ്ട്, ഫ്രണ്ട്ഷിപ്പ് മൂഡുണ്ട്, ആക്ഷൻ മൂഡുണ്ട്, ഒരു സങ്കടം ഉണ്ട്, ഇമോഷണൽ മൂഡുണ്ട്, അഡ്വഞ്ചറസ് മൂഡുണ്ട്. സോങ് ഉണ്ടായിരുന്നില്ലേ സന്തതശ്രീ അതിപ്പോ ഭയങ്കര ട്രെൻഡിങ് ആണ്, എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഹരിശങ്കർ പാടിയ പാട്ടാണ്, വളരെ നന്നായിട്ട് പോകുന്നുണ്ട് അത്. ഗൗരിയിലേക്ക് വരികയാണെങ്കിൽ ഗൗരിയുടെ അടുത്തിറങ്ങിയ കുറച്ച് സിനിമകളിലൊക്കെ റൊമാൻസ് ഉണ്ട്, ഭയങ്കര ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത ഫ്രഷ് ക്വസ്റ്റ്യൻ അല്ലേ? അപ്പം ഈ സിനിമയിലേക്ക് വരുമ്പം സ്റ്റോറി കേൾക്കുമ്പോൾ ഇതിലും പ്രണയമാണല്ലോ എന്ന് തോന്നിയായിരുന്നോ? ഇല്ല, അത് ഞാൻ അങ്ങനെ ഞാൻ ഒരിക്കലും ചിന്തിക്കാറില്ല. ബിക്കോസ് എനിക്ക് ഇഷ്ടമുള്ള ജോണറാണ് റൊമാൻസ്. എനിക്ക് മേ ബി ഈസി ആയിട്ട് വരുന്നത്, നമുക്ക് എപ്പോഴും ഒരു ഫേവറേറ്റ് ജോണർ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ എല്ലാ തരം ഇമോഷൻസും ടാപ്പ് ചെയ്യാൻ പറ്റുന്ന പോലെ എനിക്ക് ഈ കഥയിൽ നല്ല ഫ്രഷ്നെസ് തോന്നി. അപ്പോൾ ഒരിക്കലും ഇത് ഞാൻ ചെയ്യില്ല, ഇനി ഞാൻ ഡെഫിനറ്റ്ലി നമ്മൾ വെറൈറ്റി പരിപാടികൾ പിടിക്കണം, അതിനുള്ള ശ്രമമുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് തമിഴിൽ ഞാൻ ചെയ്ത സുഴൽ ഒട്ടും റൊമാൻസോ ഒന്നും ഇല്ലാത്തൊരു, ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ഇൻറ്റൻസ്. അതുപോലെ LIKയിലും തമിഴിലുള്ള ലവ് ഇൻഷുറൻസ് കമ്പനിയിൽ അങ്ങനെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓർഗാനിക്കലി നമ്മുടെ അടുത്തേക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് അത് പിക്ക് ചെയ്യണം. ഇതിൽ എന്തുകൊണ്ട് ഇത് അഗെയിൻ റൊമാൻസ് എന്ന് ഞാൻ വിചാരിച്ചില്ല, ബിക്കോസ് എല്ലാ ലവ് സ്റ്റോറിക്കും അതിൻ്റെതായ ഒരു യുണീക്നെസ് ഉണ്ട്. അപ്പോൾ എനിക്ക് സാരയുടെയും ജീവൻ്റെയും കഥയിൽ ആ ഒരു വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള കുറേ പ്യുവർ എലമെൻറ്റ്സ് എനിക്ക് ഫീലായി. അത് എന്നെക്കൊണ്ട് പറ്റും എന്ന് എനിക്ക് എവിടെയോ തോന്നി. അപ്പോൾ August 8th റിലീസായി കഴിഞ്ഞ് ഓഡിയൻസ് എന്ത് പറയാം എന്ന പ്രതീക്ഷയിലാണ്. ജീവ, ഈ സിനിമയിൽ കുറെ ആങ്കർമാർ അഭിനയിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഈ സിനിമ ചെയ്യുമ്പോൾ ഇന്റർവ്യൂവിൽ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്, ഇതൊക്കെ ആയിരിക്കും എന്നുള്ള ചിന്തകൾ എപ്പോഴും വന്നിട്ടുണ്ട്? അത് സ്വാഭാവികമായിട്ടും നമ്മൾ ആ കസേര ഇരുന്നുകൊണ്ട് നമുക്ക് വരാൻ പോകുന്ന ചോദ്യങ്ങളെ പറ്റി നമുക്ക് ഏതാണ്ട് ഒരു ഐഡിയ ഒക്കെ ഉണ്ടാവും. സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനാണെങ്കിലും വർഷമാണെങ്കിലും സിനിമ എന്ന് പറയുന്നത് സ്വപ്നം കൊണ്ട് നടക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും സിനിമയിൽ വരുന്നു, ഞങ്ങൾ രണ്ടുപേരെ സംബന്ധിച്ച് പേഴ്സണലായിട്ടുള്ള ഭയങ്കര ഹാപ്പിനെസ് നൽകുന്നതാണ്. ഇപ്പം വർഷയുടെ ഷോയിലേക്ക് ഞാൻ ചെല്ലുന്നത് എനിക്ക് പേഴ്സണലി ഹാപ്പിനെസ് കിട്ടുന്ന ഒരു കാര്യമാണ്. എൻ്റെ ഷോയിൽ വർഷ ഗസ്റ്റായിട്ട്, ഇവരെല്ലാവരും ഗസ്റ്റായിട്ട് വന്നപ്പം ആസ് ആൻ ആങ്കർ എനിക്കത് ഭയങ്കര പേഴ്സണൽ ഒരു ഹാപ്പിനെസ് തന്ന ഇതാണ്. അത് നമ്മൾ അതൊരു അപ്ഗ്രേഡഡ് ഫീലാണല്ലോ. നമ്മുടെ ഒരു ഡ്രീമിലേക്ക് അച്ചീവ് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പോ സെക്കൻഡ് സ്റ്റെപ്പോ എടുത്ത് വെക്കുവാണല്ലോ. സോ ഗുഡ്. 3 ആങ്കേഴ്സ് ഉണ്ട്. ചേച്ചി എല്ലാവരും കൂടെ എങ്ങനെയുണ്ട്? ചേച്ചിയുടെ കാലത്ത് ഇങ്ങനെ ഇന്റർവ്യൂസ് ഇല്ല, അപ്പം ഇൻവിറ്റേഷൻ അല്ല, അതായിരുന്നു നല്ലതെന്ന് തോന്നണോ ഇങ്ങനെ എപ്പോഴും? ആക്ച്വലി അതിലൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ മീഡിയ ഇത്രയും നമ്മളെ ഫോക്കസ് ചെയ്തിട്ട്, പിന്നെ ഒരു ക്യൂരിയോസിറ്റി ബിൽഡിംഗ് ഉണ്ടല്ലോ. പിന്നെ ഒരു മൂവി ഇറങ്ങുന്നതിന് മുമ്പ് ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ടൊന്നും ഇങ്ങനെ ഇത്രയും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നെഗറ്റീവോ അങ്ങനെ അധികം പോസിറ്റീവോ അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ എല്ലാവരും കയറി പോയി, അങ്ങനെ കുറെ പോസിറ്റീവ്സ് ഉണ്ടായിരുന്നു ആ സമയത്ത്, ഒരുപാട് മീഡിയ ഇല്ലാത്തത്. പക്ഷെ അതിൻ്റെതായ ഗുണങ്ങളും ഉണ്ട്. ഇപ്പം ഒരു മൂവി മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളൊക്കെ തന്നെ വേണം. തീർച്ചയായിട്ടും ഇപ്പം ഡിജിറ്റലി നമ്മളൊരു പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന പോലെ തന്നെ സിനിമ എന്ന് പറയുന്നൊരു പ്രോഡക്റ്റ് ആണല്ലോ. അപ്പം അതിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം, ജനങ്ങളിലേക്ക് എത്തിക്കണം. അത് ചിലപ്പോൾ അവർക്ക് ഒരു പാട്ടായിരിക്കും ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ പിന്നെ സിനിമ കണ്ട് ഇറങ്ങിയ ഒരാളുടെ റിവ്യൂ ആയിരിക്കും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അവർ ഏതെങ്കിലും ഒരു ഫാക്ടറിലായിരിക്കും അവർക്ക് എന്നാൽ പിന്നെ അത് കണ്ടേക്കാം. അപ്പം നമ്മളെ പ്രോഡക്റ്റ് നമ്മൾ സെല്ല് ചെയ്യണം. അത് ഏതൊക്കെ രീതിയിൽ സെല്ല് ചെയ്യാവും. അതിപ്പം ത്രൂ ഓൺലൈൻ മീഡിയ ആണ്. നമ്മൾ ഇപ്പം അത് ഇത്രയും ചാനൽസ്, ഓരോ ചാനൽസ് അവരുടേതായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ്, അവരുടെ ടാർഗറ്റഡ് ഓഡിയൻസ്, അവരിലേക്കൊക്കെ നമ്മൾ നമ്മുടെ പ്രോഡക്റ്റ് സെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മൾ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജീവ ചെയ്ത പടങ്ങളിലൊക്കെ കുറച്ച് വൈബ് ട്യൂൺസ് ജീവയുടെ എപ്പോഴും കൂടെ ഉണ്ടാവും. അപ്പോൾ കഴിഞ്ഞ പടത്തിനാണ് ധ്യാൻ ചേട്ടൻ, അത് കഴിഞ്ഞ് അനൂപേട്ടൻ, ഇപ്പൊ ശബരീഷ് ചേട്ടൻ. അപ്പൊ ഈ കോമ്പോ അതെങ്ങനെയാണ് വർക്ക്ഔട്ട് ആവുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അങ്ങനെ വരുന്നത്? ഇതൊന്നും പ്ലാൻ ചെയ്ത് വരുന്നത് കാര്യങ്ങളല്ലല്ലോ. അപ്പം എല്ലാവരും വരുന്ന ടീമിന് നമ്മൾ അവരുടെ കൂടെ വൈബാവുക എന്നുള്ളതാണ്. ഇപ്പം ഇത് തന്നെ നമ്മൾ ഇപ്പോൾ പല ആൾക്കാരോട് നമ്മൾ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. റംസാനെ കുറേ നാളായിട്ട് അറിയാം. റംസാനുമായിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും ദിവസം വർക്ക് ചെയ്യുന്നത്. ഗൗരി, ശബരീഷ് ബ്രോച്ചസ്, അങ്ങനെ എല്ലാവരും, നരേൻ ചേട്ടൻ, ബാബു ആൻ്റണി ചേട്ടൻ, എല്ലാവരും നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. പിന്നെ നമ്മളുടെ ഒരു വൈബിലേക്കൊക്കെ അവർ മാച്ചാണ്. നമ്മളെല്ലാവരും ജെല്ലായി പോകും. എന്തെങ്കിലും ഒരു വർത്താനം പറഞ്ഞാൽ ആരെങ്കിലും കളിയാക്കി നമ്മൾ ഒരുമിച്ച്, പക്ഷെ അവർ നമ്മളിലേക്ക് വന്ന്
നമ്മുടെ കൂടെ നിൽക്കുമ്പോഴാണ് നമുക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നത്. ഇവരൊക്കെ കൊള്ളാലോ. അതിൻ്റെ ഇടയ്ക്ക് അവരുടെ കുറേ കാര്യങ്ങൾ കുറേ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും, നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ ഒരു വൈബ്, ആ വൈബിനകത്തിലെല്ലാം ഉണ്ട്. ഈ കംപ്ലീറ്റ് പ്രോസസ്സ് നമ്മൾ പഠിക്കുകയും കൂടെ ചെയ്യുന്നൊരു വൈബ് ഉണ്ട് അതിനകത്ത്. ഈ ആപ്കൈസ് ഇറങ്ങി അതിന് ശേഷം കുറെ ട്രോൾസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ജീവനൊക്കെ നല്ല രീതിയിൽ ട്രോൾസ് വന്ന സമയങ്ങളുണ്ട്. അപ്പൊ ഇത്തരം ട്രോൾസുകൾ ജീവ ഇപ്പൊ എങ്ങനെ കാണും? പണ്ട് ഒരു അപ്പോഴും ഇപ്പോഴും ഞാൻ നല്ലല്ല, അവരുടെ ജീവിതത്തിൽ എന്തോരം സമയം മെനക്കെടുത്തി നമ്മൾക്ക് വേണ്ടി പറയുന്നില്ലേ, ലെറ്റ് ദം ഡു ഇറ്റ്. എനിക്ക് വേണ്ട കാര്യങ്ങളെ ഞാൻ എടുക്കുള്ളൂ. അവർക്ക് നല്ലതേ വരുള്ളൂ. എനിക്ക് എന്താണ് ഇപ്പൊ പോസിറ്റീവ് ഞാൻ കമന്റ്സ് ആയാലും നെഗറ്റീവ് കമന്റ്സ് ആയാലും എനിക്ക് വേണ്ടത് എനിക്കറിയാൻ പറ്റും. എന്നെ കൃത്യമായിട്ട് എൻ്റെ എനിക്ക് പറഞ്ഞു തരുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഇത് ശരിയാണ്, അല്ലാത്തുള്ളതിനെ ഓക്കെ നന്നാക്കാം. നമുക്ക് എല്ലാവരുടെയും വായൊന്നും നടപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവർക്ക് സംസാരിക്കുമ്പോൾ ഒരു സന്തോഷം കിട്ടുന്നത് കിട്ടട്ടെ. പിന്നെ മോശം പറയുന്നത് നല്ല പറയുന്നതും രണ്ടും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളത് ചർച്ചയെ ചെയ്യപ്പെടാത്ത ഒരു അവസ്ഥ ഉണ്ടാവുക എന്നുള്ളതാണ്. അത് വളരെ ഭീകരമാണ്. പുള്ളി അങ്ങനത്തെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ഒരു പടം ചെയ്തിട്ട് പടത്തിന്റെ കുറിച്ച് ചർച്ച തന്നെ ഇല്ല. പടം എന്ന് പറഞ്ഞാൽ ആരും അറിഞ്ഞില്ല അങ്ങനത്തെ പടം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ. അതെ, അതേത് പടം അങ്ങനെ അതിൽ അഭിനയിച്ചിട്ടുള്ള ആൾക്കാർ. അപ്പൊ അവരുടെ അതൊരു ഭയങ്കര വലിയൊരു അങ്ങനെ ഇത് വരാതിരിക്കട്ടെ. ഞാൻ ശബരീഷയുടെ 2 ഓപ്ഷൻ തന്നെ. ഇതിൽ സാഹസികമായിട്ടുള്ള ഒരു ടീം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാഹസികമായിട്ട് തോന്നുന്നു ഫണ്ണായിട്ടും അല്ലാതെയോ എടുക്കാൻ പറ്റുന്ന ഒരു ടീം പറയാൻ പറഞ്ഞാൽ, ഇപ്പം നിവിൻ പോളി, അൽഫോൺസ് പുത്രൻ, ശബരീഷ് ചേട്ടൻ, ഇതൊരു ടീമാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് കിച്ചു, ശബരീഷ് ചേട്ടൻ, അൽത്താഫ്, ഈ ഒരു 2 ടീമിനെ തന്നെ ഒരു ടീമാണ്. അല്ലെങ്കിൽ 2 ടീമിനെ കിട്ടി. ഇതിൽ ഏറ്റവും കൂടുതൽ സാഹസികമായിട്ട് പോകുന്ന ടീം ഏതാ? ഞാൻ കിച്ചുവിനൊപ്പം പോവുള്ളൂ. എന്റെ എല്ലാ സാഹസിക പരിപാടിക്കും ഏറ്റവും കൂടുതൽ കൊട പിടിച്ചിരിക്കുന്നതും അവന്റെ പരിപാടി. കാരണം ഞങ്ങൾ അത്ര നല്ല സുഹൃത്തുക്കളാണ്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. ഒരു ബെഞ്ചിലും പല ബെഞ്ചുകളിൽ നിന്നും പഠിച്ചതാണ്. അത്രയും വർഷമായിട്ട് 16-17 വയസ്സ് തൊട്ട് അറിയാവുന്നതാണ് ഒരുമിച്ച്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് സാഹസികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് ഞാൻ പറഞ്ഞാൽ കണക്റ്റ് ആവും. ഇങ്ങനെ ഒരു പരിപാടി നമുക്ക് രാത്രി ഒന്ന് മൂന്നാർക്ക് പോയാലോ. ഇതിനകത്ത് ഷറഫിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അവനെ ഞാൻ കൂട്ടിയാണ്. കാരണം അവന് ഞങ്ങളങ്ങനെ ഒരുപാട് പോയിട്ടുണ്ട്. എന്തൊന്നും പരിപാടി നമുക്ക് മൂന്നാർക്ക് കിട്ടാലോ, ബൈക്കൊക്കെ എടുത്ത് ഒറ്റ പോക്ക് പോകും. അവിടെ എത്തുമ്പോൾ വള്ളിച്ചെരുപ്പ് കിട്ടായിരിക്കും പോകുന്നു. അപ്പോഴാണ് എൻ്റെ അവിടെ എത്തുമ്പോൾ ആ ഒരു മൂടിന് ഒറ്റ ബുദ്ധിക്ക് ഇങ്ങോട്ട് പോകുന്നതാണ് അങ്ങനത്തെ പരിപാടികൾ. അപ്പം അതിലൊക്കെ ഒരു പ്ലാൻ ഇട്ട് കഴിഞ്ഞാൽ എന്നാൽ പിന്നെ ഓക്കെ എന്ന് പറഞ്ഞ് അത് ഇവരൊക്കെയാണ്. ഇപ്പൊ അപ്പുറത്താരായിരുന്നു? നിവിൻ പോളി, അൽഫോൺസ് പുത്രൻ, 2 മടിയന്മാരായി. പിന്നെ മൂന്നാമത്തെ ആളാരാ? നിങ്ങൾ 2 ടീമിലേക്കുണ്ട്. ഞാൻ തന്നെ എന്നെ സെലക്ട് ചെയ്യും. അപ്പൊ ഞാനുള്ള ടീമിനെ ഞാൻ സെലക്ട് ചെയ്യുള്ളൂ. നിങ്ങൾ ഉൾപ്പെടുത്ത 3. ഇപ്പൊ ഒരു സൈഡിൽ നിങ്ങൾ 2 ഇടത്ത് നിങ്ങളുണ്ട്. ഒരു സൈഡിൽ നിവിൻ, ഒരു സൈഡിൽ അൽഫോൺസ് ചേട്ടൻ, ഒരു സൈഡിൽ കിച്ചു, ഒരു സൈഡിൽ അൽത്താഫ്. 2ലും കോൺ ഫാക്ടർ നിങ്ങളാണ്. നിങ്ങൾ ഇടവും വലവെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം ഞാൻ കിച്ചുവിനെ ടീമിൽ എടുത്തിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ഇവരെയൊക്കെ കൂട്ടി ടീമിൽ എടുക്കും. ഇല്ലെങ്കിൽ അവര് ചോദിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ ആര് സെലക്ട് ചെയ്യുമ്പോഴായിരിക്കും സാഹസികത കൂടുതൽ? ഇതിപ്പോ ഞാനിപ്പോ ഇങ്ങനെ നമുക്ക് സാഹസികമായിട്ടൊരു പരിപാടി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നിവിനെ സെലക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബുദ്ധിമുട്ട്. ആ പബ്ലിക് ആവില്ല ആ പരിപാടി. എങ്ങനെ സാഹസികമാവും? അതിസാഹസികമാവും. അവിടെ ഇങ്ങനെ സംഭവം നടന്നു. നിവിൻ പോളിയാണ്. അപ്പൊ പ്രശ്നമാവൂല്ലേ? അപ്പൊ അങ്ങനെ സാഹസമാണ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരെ ആദ്യം ഒഴിവാക്കും. അൽഫോൺസ് വരില്ല എന്തായാലും. അവര് വലിയ സാഹസികം ഉള്ളതുകൊണ്ട് അതൊന്നും ഒരു സാഹസമല്ല. അവൻ ഞങ്ങൾ കോളേജ് ഒരുമിച്ച് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൽ കോമ്പറ്റീഷൻ ബെസ്റ്റ് ആക്ടർ കിട്ടിയതാണ് അൽഫോൺസ്. അതെ, അവിടെ ഒരു ആക്ടിങ് ക്യാമ്പ് വന്നിരുന്നു. അതിൻ്റെ അകത്ത് വെട്ടിക്കൊണ്ട മരിക്കാൻ പോണ സോൾജറായിട്ട് അഭിനയിച്ച അവന് അവാർഡ് കിട്ടിയതാണ്. ഞാൻ ഡെഡ് ബോഡി ആയിട്ട് അഭിനയിച്ചത്. അതുകൊണ്ട് അപ്പം നമ്മൾ ഈ സിനിമയെ പറ്റി ഏത് മൂടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? അതല്ലാതെ വേറെ എന്തെങ്കിലും കൂടെ പറയും. നേരത്തെ ആ സാഹസം മൂടിനകത്ത് എല്ലാം ഉണ്ട്. എന്താ വേണ്ടത്? നേരത്തെ പറഞ്ഞല്ലേ, പ്രണയം വേണോ, അടി വേണോ, ഇടി വേണോ, വേണോ, എല്ലാം ഉണ്ട്. ഏറ്റവും കൂടുതൽ
കൂടുതൽ അടി കൊണ്ടിട്ടുള്ളവരാ? നല്ല ചോദ്യം. ഏതാണ്ട് ഞാൻ ചെറുതായിട്ടൊക്കെ ഞാനായിട്ട് വരും. ഇവിടെ നല്ലോണം എനിക്ക് ഒരു അടി പോലും കൊണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു റംസാനും കൊണ്ടിട്ടില്ല. നമുക്ക് രണ്ടുപേർക്കും ഒരു അടി പോലും കൊണ്ടിട്ടില്ല. റംസാൻ കൊണ്ടല്ലോ ഇടയ്ക്ക്. ആദ്യം തലക്കൊക്കെ അടിക്കണം. എനിക്ക് ഒരു ഫടി എനിക്ക് നല്ലോണം കിട്ടി. ഇല്ല ചേട്ടൻ അതിൽ പിന്നെ ചേസിങ്ങിന്റെ ഇടയിൽ കൈയൊന്ന് തട്ടി. സിനിമയിൽ ക്യാരക്ടറിന് ഇടി കിട്ടുന്നത് റംസാനെ കിട്ടിയിട്ടുണ്ട്, എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ പോസ്റ്റർ കണ്ടപ്പോഴേ ഇത് മറ്റേ ഗെയിമിങ്ങിന്റെ പരിപാടിയൊക്കെ പോലെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും സാധനം ഈ സിനിമയിൽ? അതിന്റെ സ്വഭാവം കൾച്ചർ ഓഫ് ദ അതൊരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാന്നുള്ളതല്ലേ ഗെയിം. അങ്ങനെ ഗെയിം എന്ന് പറഞ്ഞ ടാർഗറ്റ് അച്ചീവിലാണ്. സാഹസത്തിന്റെ പരിപാടി അതല്ല. അല്ല ഇനിയിപ്പോ ഈ തേച്ച പോലെ ഓരോ ലെവൽസ് കംപ്ലീറ്റ് ചെയ്ത് നമ്മള് എന്തെങ്കിലും ഒരു കാര്യം നേടണം. ഓഗസ്റ്റ് 8 ഗെയിമിന്റെ ഒരു റൂട്ട് പ്ലാൻ അതല്ലേ? അതെ അത്രേ ഉള്ളൂ. അപ്പൊ ഈ പോസ്റ്റർ കൊണ്ട് ഉദ്ദേശിച്ചത് അത് നമ്മുടെ പടത്തിന്റെ പോസ്റ്ററാണ്. ഇപ്പൊ ആരോട് ചെയ്ത് ശരിക്കും ഈ പോസ്റ്റർ ശരിക്കും ഒന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. മൂവിയായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ. അല്ല ഇതിനകത്ത് ഒരു ആക്സിഡന്റ് കാണിക്കുന്നുണ്ട്. ആക്സിഡന്റ് നടക്കുന്നുണ്ട്. ടീസർ ഡീകോഡ് ചെയ്തല്ലേ? പറയില്ലേ ഞാൻ പിടിച്ചത്. അപ്പം ഒരു പ്രണയമുണ്ട്, ഒരു വിരഹമുണ്ട്. ഉണ്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. ഇതില് ഒരു നമ്മുടെ സാധനം ചോദിക്കുമല്ലേ, ഇത് ശരിക്കും ഒരു ആക്സിഡന്റ് നടക്കുന്നുണ്ട്. ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ ഒരു 1.5 ആക്സിഡന്റ് നടക്കുന്നുണ്ട്. പ്രണയമുണ്ട്, വിരഹം. അതല്ലേ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. കുറച്ചുകൂടി ടൈം എടുത്ത് കുറച്ചല്ലേ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതല്ലേ. ഇതിലും ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിൽ പിന്നെ വൃത്തിയായിട്ട് സിനിമയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സിനിമ എന്തായാലും കാണും, ഉറപ്പായിട്ടും കാണും. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ സാഹസം. ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പൊ പറയാനുള്ളൂ സാഹസത്തെ പറ്റി. സാഹസം ഇതിലപ്പുറമാണ്. ഇത് ഇപ്പൊ പറയാൻ നമുക്ക് ഇത്ര പറ്റുള്ളൂ. അത് നിങ്ങൾ തിയേറ്ററിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവിയാണ് സാഹസം. നമുക്ക് ചില കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറയത്തില്ല. അങ്ങനെ നിങ്ങൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവൂല. അത് അതിൻ്റെ രീതിക്ക് ഓരോ ഇവന്റ് നടക്കുന്നതിനും ഓരോ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾക്കെല്ലാം ലോജിക്കുണ്ട്. ആ ക്യാരക്ടേഴ്സിൻ്റെ കൂടെ നിങ്ങൾ ട്രാവൽ ചെയ്യും. ആ ക്യാരക്ടേഴ്സിൻ്റെ വിഷമത്തിൽ നിങ്ങൾ പങ്കുചേരും. ഇതവൻ ചെയ്യുമോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നും. അവനത് ചെയ്യുമോ ഇല്ലയോ, അതൊക്കെ നിങ്ങൾ ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ യു വിൽ ഗെറ്റ് ഓൾ ദി ആൻസേഴ്സ്. പിന്നെ കുറച്ചും കൂടി ബെറ്റർ ഐഡിയ എന്തായിരിക്കാം എന്നുള്ള കൃത്യമായിട്ട് പ്രൊജക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ട്രെയിലറിൽ കുറച്ചും കൂടി ഇപ്പം നമ്മൾ ടീസർ ഇറക്കിയിരുന്നു. അതിൽ ചെറിയൊരു ഐഡിയ ഓക്കെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് കിട്ടും നമുക്ക്. അത് ട്രെയിലറിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതുണ്ടാവും. അപ്പൊ കുറച്ചും കൂടി ഐഡിയ കിട്ടും. അതിസാഹസമായിട്ട് ഒരു പാട്ട് പാടി നോക്കി അവസാനിപ്പിക്കാം. ആരാ പാടുന്നു? ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ നീലപ്പീലി കണ്ണും നട്ട് പൂഞ്ചേലാടാലോ നമ്മുടെ പൂഞ്ചേലാടാലോ. ഞാൻ തോറ്റി. നല്ലൊരു അടിപൊളി പാട്ടുണ്ട്. ഈ പാട്ടിന് എന്താ കുഴപ്പം? എത്ര കൊച്ചുങ്ങളായിട്ട് ഉറങ്ങിയെന്ന് സിമി വന്ന വഴി മറക്കരുത്. സിമിക്ക് ഓർമ്മയില്ലാത്തോണ്ട ഈ പാട്ട് ചോദിച്ചു നോക്ക്. ഈ പാട്ട് പാടിയിട്ട് സിമി കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. അങ്ങനെ പറയല്ലേ. അങ്ങനെ മമ്മിയോട് ചെന്ന് ചോദിക്കില്ലേ? അല്ല എന്നാലും ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഉറക്കം മുറിലേക്ക് പോ. ഒരു അടിപൊളി പാട്ട്. തൊണ്ട വയ്യാതിരിക്കുക പാവം. എല്ലാം ഇത് മറ്റേ കിലുകിൽ പമ്പരം തിരിയും മാനസം അറിയാതമ്പിളി ഉറങ്ങൂ വാവാവോ. എന്തുകൊണ്ടായി പാട്ടുകളൊക്കെ വായിൽ വരുന്നത്? സാധാരണ എൻ്റെ പാട്ടുകളാണ് ഞാനിങ്ങനെ പബ്ലിക്കായിട്ട് പാടാറ്. അതെല്ലാം മാറ്റി ചിന്തിക്കുമ്പോൾ ഈ പാട്ടുകൾ വരാൻ കാരണം എനിക്ക് 5 മാസമുള്ളൊരു പെൺകുട്ടിയുണ്ട്. അപ്പം ഇങ്ങനെ പാട്ടുകൾ പല പാട്ടുകൾ ഉറിഞ്ഞു വാവാവോ, ഒരു കിലുകിൽ പമ്പരം, വെണ്ണിലാ ചന്ദ്രക്കിണ്ണം, അങ്ങനെ ഒരുപാട് പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ പറയാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 5-6 മാസം കഴിഞ്ഞ് ചോദിച്ച കാർട്ടൂണിന്റെ പാട്ട് പാടും. അതൊക്കെ ശരിയാ. ആരാ നമ്മുടെ കാത്ത്. ആദ്യം തന്നെ ഞാൻ പ്രേമോട്ട് കാണിക്കും. അവിടുന്ന് തുടങ്ങട്ടെ ക്ലാസ്. അതിൽ അച്ഛനുണ്ടല്ലോ, ആ ഡയറക്ടറിനല്ലേ കല്യാണം കഴിച്ചിരിക്കുന്ന ആ സിനിമയുടെ. അപ്പം അച്ഛനും അമ്മയും ആ സിനിമ. അത് എന്റെ കുടുംബത്തിലെ
എൻ്റെ ചേട്ടൻ്റെ വൈഫ്, എൻ്റെ ഇടത്തേമ്മ ഒഴിച്ച് ഞാനുണ്ട്. അന്ന് അവൾ വൈഫായിരുന്നില്ലെങ്കിലും അവളുമുണ്ട്. ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. ചേട്ടനാണ് മുരളി സാർ, താടിയൊക്കെ വെച്ച് എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നിട്ട് എന്താ പേരെന്നൊക്കെ ചോദിച്ചു കോളേജിൽ. പിന്നെ മലറിൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അച്ഛനും അമ്മയാണ്. അതെ, അപ്പോൾ അവർ ചെറിയ ഷോട്ടിൽ വന്ന് പോകുന്നുള്ളൂ. അതായത് നമ്മളവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് പൊരുവേ ഇല്ലേ എന്ന് പറയില്ല മലർ ഞങ്ങളൊക്കെ ചെല്ലുമ്പോൾ കൊടൈക്കനാലിൽ. അപ്പോൾ അമ്മയാണ് ചായ എടുത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അച്ഛൻ്റെ ചെറിയൊരു ഷോട്ട്, സില്ലൗട്ട് ഷോട്ടേ ഉള്ളൂ. അങ്ങനെ ഒരു കുടുംബ ചിത്രമാണ് എനിക്ക് പറയുന്നത്. ശബരീഷേട്ടൻ്റെ കുടുംബ ചിത്രം, ഒരു കുടുംബം ഉണ്ടാക്കിയ ചിത്രമാണ് ഞാൻ പുതിയതായിട്ട്. കുടുംബം ഉണ്ടാക്കിയ ചിത്രവും ഉണ്ട്. അതാണ് പ്രേം. ഓക്കെ, അപ്പം വളരെ സന്തോഷം ഇത്രയും നേരം സമയം സ്പെൻഡ് ചെയ്തതിന്. താങ്ക് യു സോ മച്ച്. ആഗസ്റ്റ് 7 തിയേറ്ററിൽ കാണാം. തീർച്ചയായിട്ടും താങ്ക് യു